ചൂർണിക്കര പഞ്ചായത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർ ഇനി സൂക്ഷിക്കണം. തെരുവുകളിൽ മാലിന്യങ്ങൾ എറിയുന്നവരെ പിടിക്കുന്നതിനായി രണ്ടാം ഘട്ട CCTV ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടിയുടെ അധ്യക്ഷതയിലാണ് തെരുവുകളിൽ മാലിന്യങ്ങൾ എറിയുന്നവരെ പിടിക്കുന്നതിനായി രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ CCTV ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. മാന്ത്രിക്കൽ ക്ഷേത്രത്തിനു മുൻപിൽ നടന്ന നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് നിർവഹിച്ചു. ഫെഡറൽ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ നമുക്ക് CSR ഫണ്ട് ലഭ്യമായി. 25 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും 5 ലക്ഷം രൂപ CSR ഫണ്ടും ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയുടെ 29 ക്യാമറകളാണ് നമ്മൾ ഈ ഒരു വർഷം നമ്മൾ സ്ഥാപിക്കുന്നത്. ആ 29 ക്യാമറകൾ 9 സ്പോട്ടുകളിലായിട്ട് നമ്മൾ നൽകുമ്പോൾ അടുത്ത വർഷം നമുക്ക് 3 ക്യാമറകൾ നമുക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 25 ലക്ഷം പഞ്ചായത്തും 5 ലക്ഷം ഫെഡറൽ ബാങ്കുമാണ് ചിലവഴിക്കുന്നത്. 19 ബുള്ളറ്റ് ക്യാമറയും 10 എണ്ണം വാഹനങ്ങളുടെ നമ്പർ തെളിയിക്കുന്ന ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ തരത്തിലുള്ളതുമാണ്. ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തുകയും തെരുവുകളിലെ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പ്ലാസ്റ്റിക് കത്തിക്കുന്നതും മാലിന്യങ്ങൾ തെരുവിലിടുന്നവർക്കുമെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും സ്ക്വാഡ് സജീവമാകുമെന്നും അധികൃതർ. സ്ഥിരം സമിതി ചെയർമാൻമാരായ മുഹമ്മദ് ഷഫീഖ്, ഷീല ജോസ്, റൂബി ജിജി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ജമാൽ, സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CP നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി ഗോപി, പഞ്ചായത്ത് അംഗങ്ങളായ PS യൂസഫ്, രാജേഷ് പുത്തനങ്ങാടി, റംല അലിയാർ, ലൈല അബ്ദുൾ ഖാദർ, PV വിനീഷ്, സുബൈദ യൂസഫ്, ക്ഷേത്ര സമിതി P ശ്രീഹരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ